മലബാർ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 1 and 2 പാർട്ട് 4 ആണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അടുത്ത ഉദാഹരണം, എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദി ഫോളോയിങ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. എക്സും എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സും പി ഓഫ് എക്സും തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ 0 to 7 വരെ, പി ഓഫ് എക്സ് പറഞ്ഞാൽ 0k 2k എക്സെട്ര 7k² + k വരെ തന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഒന്ന്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. രണ്ടാമത്തെ പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. മൂന്നാമത്തെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ 2017 ചോദിച്ചതാണ്. നമുക്കറിയാം എക്സ് ഈസ് എ പി എം എഫ് ആണെങ്കിൽ സിഗ്മ പി ഓഫ് എക്സ് സിഗ്മ പി ഓഫ് എക്സ് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടണം. അപ്പൊ നമ്മളെല്ലാ പി ഓഫ് എക്സും കൂടി കൂട്ടി 0 + k + 2k + 2k + എക്സെട്ര ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇതിൽ ഏറ്റവും k² ടേം ഒക്കെ ഒരുമിച്ച് എഴുതി. k² + 2k² + k², 7k². അപ്പോൾ പറഞ്ഞാൽ 1, 2, 3, 7, 10k² ഉണ്ടാവും. ഇനി k ഒക്കെ പാടെ കൂട്ടി, അപ്പോൾ k + 2k + 2k + 3k + k എന്ന് പറഞ്ഞാൽ അതിൽ 9k ഉണ്ടാവും. 1, 2, 3, 2, 5, 3, 8, 1, 9k. പിന്നെ ഈ 1നെ പുറത്ത് കൂടുന്നു, അപ്പൊ -1 = 0. ഇതിനെ നമ്മൾ സിമ്പിൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ k = 1/10 or k = -1 കിട്ടും. നമുക്കറിയാം പ്രോബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. k is പോസിറ്റീവ്. അപ്പോൾ therefore k = 1/10 എന്ന് നമുക്ക് എടുക്കണം. അപ്പോൾ k = 1/10 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്നാണ്. എന്ന് പറഞ്ഞാൽ 0 മുതൽ 5 വരെ ഇടയിലുള്ള എക്സിന്റെ വാല്യൂ നമ്മൾ എടുക്കണം. അതിന്റെ പ്രോബിലിറ്റി എടുക്കണം എന്ന് പറഞ്ഞാൽ 0 എടുക്കാൻ പാടില്ല, 5 എടുക്കാൻ പാടില്ല. ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് 0ഉം 5ഉം എടുക്കാൻ പാടില്ല. അപ്പോൾ 1 മുതൽ 4 വരെയുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ പി ഓഫ് 1 + പി ഓഫ് 2 + പി ഓഫ് 3 + പി ഓഫ് 4 എന്നർത്ഥം. അപ്പോൾ പി ഓഫ് 1 പറഞ്ഞാൽ k ആണ്, പി ഓഫ് 2 പറഞ്ഞാൽ 2k ആണ്, പി ഓഫ് 3 എന്ന് പറഞ്ഞാൽ 2k ആണ്, പി ഓഫ് 4 എന്ന് പറഞ്ഞാൽ 3k ആണ്. ഇതൊക്കെ കൂടി കൂട്ടി കഴിഞ്ഞാൽ 8k കിട്ടും. അപ്പോൾ 8 × 1/10 പറഞ്ഞാൽ 8/10 എന്ന് പറഞ്ഞാൽ 0.8 എന്നർത്ഥം. അടുത്തത് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 പറഞ്ഞാൽ 6ഉം 7ഉം ആണ് വരിക. അപ്പോൾ പി ഓഫ് 6 + പി ഓഫ് 7, അപ്പോൾ 7k² ഇത് 2k² + 7k² + k എന്ന് വരും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9k² + k എന്ന് വരും. 9k² പറഞ്ഞാൽ 9 × 1/100 + 1/10 = 0.19 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, an insurance company agent accepts policies of 5 men, all of identical age and good health. Probability that a man of this age will be alive 30 years is 2/3. Find the probability that in 30 years all 5 men, at least 1 man will be alive. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻഷുറൻസ് കമ്പനി ഏജന്റ് എന്ത് ചെയ്യാണ്, ആക്സെപ്റ്റ് ചെയ്യാണ് പോളിസീസ് ഓഫ് 5 men, 5 ആളുകളുടെ പോളിസി ആക്സെപ്റ്റ് ചെയ്യാണ്. എല്ലാവരും ഐഡന്റിക്കൽ ഏജ് ആണ്, നല്ല ഹെൽത്ത് ഉള്ള ആളുകളാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദാറ്റ് പ്രോബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. എന്താ, എ മാൻ ഓഫ് ദിസ് ഏജ്, ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് വിൽ ബി അലൈവ് 30 years, അയാൾ 30 വർഷം ജീവിച്ചിരിക്കാനുള്ള ചാൻസ് തന്നിട്ടുണ്ട്. എത്ര ഈസ് 2/3 തന്നിട്ടുണ്ട്. അപ്പൊ p = 2/3 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പിയും ക്യൂവും കിട്ടി. p 2/3 ഇട്ട് കഴിഞ്ഞാൽ അത് 2/3. അപ്പൊ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് ഉറപ്പായി. ഇനി നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ 30 years, 30 വർഷത്തിനിടക്ക് പിന്നെ എല്ലാ 5 ആളുകളും, അതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് എന്താണെന്ന്. ഒന്നാമത്തത് എല്ലാ 5 ആളുകളും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് ആണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തത് ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് ആണ് കണ്ടത്. അപ്പോൾ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മളറിയാം, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ n ലെസ് ദാൻ 30 ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പിന്നെ n ഇവിടെ 5 ആണ്, n ലെസ് ദാൻ 30 ആണെങ്കിൽ എപ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അധികം നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ p 2/3 കിട്ടി, q = 1 - p = 1 - 2/3 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് കിട്ടും. നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതി NCX p raised to x q raised to n - x. അതിൽ n പറഞ്ഞാൽ 5 ആണ്, അപ്പൊ 5 6, p എന്ന് പറഞ്ഞാൽ 2/3 ആണ്, q എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എഫ് ഓഫ് എക്സ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ദാറ്റ് ഇൻ 30 years all 5 men will be alive പറഞ്ഞാൽ 5 ആളുകളും എന്ത് ചെയ്യണം, ജീവിച്ചിരിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ p of x = 5 എന്നാണ് നടത്തുക. അപ്പൊ x കാണുന്നിടത്തൊക്കെ 5 എന്ന് കൊടുത്ത്, അപ്പൊ 5c5 2/3 raised to 5 1/3 raised to 5 - 5. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി, 32/243 എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 1 man will be alive പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും എന്ത് ചെയ്യണം, ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാള്, 2 ആള്, 3 ആള്, 4 ആള്, 5 ആളെന്ന് അർത്ഥം. അപ്പൊ p of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് അർത്ഥം. ഈക്വൽ ടു 1 - p of x ലെസ് ദാൻ 1 എന്നാണ് അർത്ഥം. അപ്പോൾ 1 - x ലെസ് ദാൻ 1 എന്ന് വരുന്ന വാല്യൂ 1 മാത്രമേ ഉള്ളൂ.
0 to 5 വരെയുള്ളതിൽ പിന്നെ 0 മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ 1 മൈനസ് പി ഓഫ് 0 എന്ന് വരും. അപ്പോൾ എക്സ് കാണുന്നിടത്തൊക്കെ 0 കൊടുത്ത്, അപ്പോൾ 1 മൈനസ് 1 ബൈ 243 ഈക്വൽ ടു 242 ബൈ 243. ഇത് നമുക്ക് പിന്നെ ടേബിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് മാത്രം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n and p can be approximated to Poisson distribution with n is large when n is large and p is small with np equal to lambda a constant. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൂവ് ചെയ്യണം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, എന്നും പിയും അതിന്റെ പാരാമീറ്റർ ആണ്. അത് എന്തായിരിക്കും, ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. n ലാർജ് ആവുമ്പോൾ p സ്മോൾ ആവുമ്പോൾ ഇത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ n ടെൻസ് ടു ഇൻഫിനിറ്റി, p ടെൻസ് ടു 0 ആവുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്തായി മാറും, ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പിന്നെ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എടുത്തില്ല n ടെൻസ് ടു ഇൻഫിനിറ്റി, p ടെൻസ് ടു 0 സച്ച് ദാറ്റ് np ഈക്വൽ ടു ലാംഡ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം np ഒരിക്കലും എന്തല്ല 0 അല്ല, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ്. ഈക്വൽ ടു ലാംഡ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അതിൽ p ഈക്വൽ ടു ലാംഡ ബൈ n, അപ്പൊ q ഈക്വൽ ടു 1 മൈനസ് p പറഞ്ഞാൽ 1 മൈനസ് ലാംഡ ബൈ n എന്ന് കിട്ടി. ഇനി നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതി f of x ഈക്വൽ ടു ncx p റൈസ് ടു x q റൈസ് ടു n മൈനസ് x. അപ്പൊ ncx എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ x ഫാക്ടോറിയൽ ഇൻടു n മൈനസ് x ഫാക്ടോറിയൽ എന്നാണ് നമുക്കറിയാം. p റൈസ് ടു x q റൈസ് ടു n മൈനസ് x അതുപോലെ തന്നെ എഴുതി. ഇനി n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, 1 2 3, ഇത് തിരിച്ചാണ് ഞാൻ എഴുതിയുള്ളത്. ഇവിടുന്ന് നോക്കിയാൽ മതി. 1 2 3 4 എക്സെട്ര n മൈനസ് x n മൈനസ് x പ്ലസ് 1 എക്സെട്ര n മൈനസ് 2 n മൈനസ് 1 n ഫാക്ടോറിയൽ പറഞ്ഞാൽ n വരെ ഉണ്ടാവും. ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതി. n മൈനസ് x ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 2 3 എക്സെട്ര n മൈനസ് x. അപ്പൊ ഇതിങ്ങനെ എഴുതാൻ കാരണം ഇവിടെ 1 2 3 എക്സെട്ര n മൈനസ് x വരെയുള്ള ടേം ഇതിൽ കട്ട് ചെയ്ത് പോകും എന്നർത്ഥം. അതിനു വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ എഴുതിയത്. p എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ n, അപ്പൊ ലാംഡ ബൈ n ഹോൾ റൈസ് ടു x. q എന്ന് പറഞ്ഞാൽ 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റൈസ് ടു n മൈനസ് x. ഇനി ഇതിൽ ബാക്കി വരുന്ന ടേം ഒക്കെ എഴുതി. ഇതിൽ n മൈനസ് 1 എക്സെട്ര n മൈനസ് x പ്ലസ് 1 വരെ ടേം ഉണ്ടാവും. ഇതിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി x ഫാക്ടോറിയൽ വല്ലതും ഉണ്ടാവും. ഇനി ഇവിടെ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതിനെ n ലാംഡ റേസ് ടു x ബൈ n റേസ് ടു x എന്ന് എഴുതി. ഇതിനെ 1 മൈനസ് ലാംഡ റേസ് ടു n മൈനസ് x എന്ന് എഴുതി. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഓരോ ടേമിനും ഇത് എക്സ് ടേം ഉണ്ടായിരിക്കും. n മുതൽ ഇതുവരെ എക്സ് ടേം ഉണ്ടായിരിക്കും. അത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. എക്സ് ടേമും n മൈനസ് എക്സ് ടേം ആണല്ലോ ഇവിടെ കട്ട് ചെയ്ത് പോയിട്ടുള്ളത്. ആകെ n ടേം അല്ലേ ഉള്ളത്. അപ്പൊ നമുക്കറിയാം n മൈനസ് എക്സ് പ്ലസ് എക്സ് ആണ് n വരുന്നത്. അപ്പൊ ഇതിൽ ബാക്കി വരുന്നത് എക്സ് ടേം ആയിരിക്കും. അപ്പോ ഈ എക്സ് ടേം എന്ത് ചെയ്ത് n റേസ് ടു എക്സ് എന്നുള്ളത് ഓരോന്നിനും കൊടുത്ത്. n റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ n എന്നുള്ളത് എക്സ് n ഉണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഓരോന്നിനും ഞാൻ ഡിവൈഡ് ചെയ്ത്, അപ്പൊ n ബൈ n, അടുത്ത n മൈനസ് n ബൈ n, അടുത്ത n മൈനസ് 2 ബൈ n, അങ്ങനെ n മൈനസ്. അപ്പൊ ഈ എക്സ് n റേസ് ടു എക്സ് ടേം ഇതിന് ഓരോന്നിനും കൊടുത്തു കഴിഞ്ഞാൽ ഈ n റേസ് ടു എക്സ് ഇവിടെ ഉണ്ടാവില്ല പിന്നെ. അപ്പൊ ഇത് ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ, ഇത് എക്സ് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട്. ഇനി ഇതിൽ ലാംഡ റേസ് ടു എക്സ് എന്നുള്ളതിന് ആദ്യം എഴുതി, പിന്നെ എക്സ് ഫാക്ടോറിയലിന് ഇവിടെ എഴുതി. ഇത് രണ്ടും ലാംഡ റേസ് ടു എക്സും ഈ എക്സ് ഫാക്ടോറിയൽ ഇവിടെ എഴുതി. ഈ n റേസ് ടു എക്സിനെ ഇതിനെ ഓരോന്നിനായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതി. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്ത്, n മൈനസ് എക്സ് അല്ലേ, അപ്പൊ മൈനസ് എക്സ് എന്നുള്ളതിനെ താഴത്തെ എഴുതി. അതിന് നമുക്ക് നമുക്ക് എക്സ് റേസ് ടു എ മൈനസ് ബി എക്സ് റേസ് ടു എ മൈനസ് എക്സ് റേസ് ടു ബി ആണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. n ബൈ n പറഞ്ഞാൽ 1 ആണ്. n ബൈ n പറഞ്ഞാൽ വീണ്ടും 1 ആണ്. 1 മൈനസ് 1 ബൈ n, 1 മൈനസ് 2 ബൈ n എക്സെട്ര 1 മൈനസ് എക്സ് മൈനസ് 1. ഇത് മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്, ശ്രദ്ധിക്കണം. മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 പറഞ്ഞാൽ ആ മൈനസ് ഓഫ് ആയതുകൊണ്ട് ഇത് എക്സ് മൈനസ് 1 ബൈ n എന്ന് എഴുതിയതാണ്. ഇൻറ്റു ഇനി ഇതിനെ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ എഴുതണം. ഇവിടെ ലാംഡ ബൈ n ആണെങ്കിൽ ഇത് മൈനസ് ലാംഡ ബൈ n ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്, റെസിപ്രോക്കൽ വരുന്നത് മൈനസ് n ബൈ ലാംഡ ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ ഞാൻ ഇവിടെ എഴുതി മൈനസ് n ബൈ ലാംഡ എന്നുള്ളത്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യും, ഇത് പിന്നെ ഇവിടെ നമുക്കുള്ളത് n ആണ്. n കിട്ടാൻ വേണ്ടി എന്ത് ചെയ്ത് ഈ മൈനസ് ഓഫ് മൈനസ് ഒരു മൈനസിന് ആദ്യം കൊടുത്ത്, പിന്നെ ഈ ലാംഡ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ഒരു ലാംഡ ഇവിടെ കൊടുത്ത്. അപ്പൊ ഈ മൈനസ് ലാംഡ വരാൻ കാരണതാണ്. ആദ്യം ഇതിന്റെ റെസിപ്രോക്കൽ ഇവിടെ എഴുതി. ഇതിൽ n കിട്ടാൻ വേണ്ടി മൈനസും ഈ ലാംഡ ഇവിടെ ചേർത്താണ് n കിട്ടാൻ വേണ്ടി. ഇതെന്തിനാണ് ഇങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ലിമിറ്റ് 1 പ്ലസ് 1 ബൈ എക്സ് ഓൾ റൈസ് ടു എക്സ് ബൈ 1. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ് ബൈ 1 ഈക്വൽ ടു ഇ ആയിരിക്കും. എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ഇ ആയിരിക്കും. അപ്പൊ ഇത് ഇ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഇതിന്റെ റെസിപ്രോക്കൽ ഇവിടെ
പവർ ആയി കൊടുത്തു എന്നർത്ഥം. ഇനി ആസ് n tends to infinity, ഈ n tends to infinity ആണെങ്കിൽ 1/infinity 0 ആണ്, 2/infinity 0 ആണ്, ഇതൊക്കെ 0 ആയി മാറി. അപ്പൊ ഇതൊക്കെ എന്തായി 1 1 1 1 ഒക്കെ 1 - 0 1 - 0 1 - 0 ഒക്കെ 1 × 1 × 1 × 1 എക്സെട്ര ഒക്കെ 1 ആയി മാറി. അപ്പൊ ഈ മൊത്തം ടേം എന്തായി മാറി? tends to 1 ആയി മാറി. പിന്നെ ഇത് ഡിനോമിനേറ്ററും 1/n tends to infinity ആയതുകൊണ്ട് 1 λ/infinity പറഞ്ഞാൽ 1 raised to x വരും എന്ന് പറഞ്ഞാൽ 1 ആയി മാറും എന്നർത്ഥം. ഇത് e ആയി മാറും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് e ആയി മാറും. അപ്പൊ ഇതിൽ ബാക്കി വരുന്നത് ഇങ്ങനെ വരുന്നത് ഈക്വൽ ടു, അപ്പൊ ഇതൊക്കെ എന്താ? ഇത് e raised to മൈനസ്, അപ്പൊ ഇത് e raised to മൈനസ് ലാംഡ ആയി മാറി as n tends to infinity. അപ്പൊ f of x എന്തായി മാറി? ലെഫ്റ്റ് സൈഡിലെ f of x ആണ് നമ്മൾ തുടങ്ങിയത്. ഈക്വൽ ടു എന്തായി മാറി? ഇവിടെ ലാംഡ raised to x by x factorial into e raised to minus lambda. ബാക്കിയുള്ള ടേംസ് ഒക്കെ എന്തായി? 1 ആയി മാറി. as n tends to infinity x equal to 0 1 2 3 etc. which is the required probability distribution. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് k for the probability density function f of x is given below and hence find its mean and variance where f of x equal to kx cube 0 less than x less than 1 equal to 0 otherwise. ഇതിൽ കെയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മീനും വേരിയൻസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണല്ലോ തന്നിരിക്കുന്നത്. ഒരു ഇന്റർവെലിനകത്താണ് തന്നിരിക്കുന്നത്. അത് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്കറിയാം കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇന്റഗ്രൽ ഇവിടെ 0 to 1 ആയതുകൊണ്ട് ഇന്റഗ്രൽ 0 to 1 kx ക്യൂബ് ഈക്വൽ ടു 1 ആയിരിക്കും. കെ പുറത്തേക്ക് എടുത്ത് എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x raised to 4/4 ആയിരിക്കും ഈക്വൽ ടു 1 എന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇംപ്ലൈസ് കെ ഇൻറ്റു ഇതിന് 1 കൊടുത്താൽ 1 - 0 1 raised to 4 പറഞ്ഞാൽ 1 ആണ്. 1 അപ്പൊ k/4 ഈക്വൽ ടു 1 കിട്ടും. k ഈക്വൽ ടു 4. അപ്പൊ എഫ് ഓഫ് എക്സ് എന്തായി മാറി? 4x ക്യൂബ് ആയി മാറി. അടുത്ത മീൻ കാണണമെങ്കിൽ നമുക്കറിയാം മീൻ ഈക്വൽ ടു സിഗ്മ ഇന്റഗ്രൽ ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. 0 to 1 ആണ് ഇവിടെ ലിമിറ്റ്. അപ്പൊ 0 to 1 കൊടുത്ത് എക്സ് എഫ് ഓഫ് എക്സിന് 4x ക്യൂബ് ആണ്. അപ്പൊ 4x ക്യൂബ് പറഞ്ഞാൽ 4 into x raised to 4 എന്ന് വരും. ഇവിടെ 4 into x raised to 4 എന്ന് വരും. x raised to 4 ഇന്റഗ്രേറ്റ് ചെയ്താൽ s raised to 5/5 എന്ന് കിട്ടും. അപ്പോ ഇത് 1 ആയതുകൊണ്ട് 1 raised to 5/5 മൈനസ് 0 raised to 5/5 എന്നാണ് കിട്ടുക. അപ്പോ 1/5 എന്ന് മാത്രം വരും. അപ്പൊ 4 into 1/5 4/5. അപ്പൊ e of x equal to 4/5. ഇനി അടുത്തത് വേരിയൻസ് കാണാൻ e of x സ്ക്വയർ കാണണം. ഇതേപോലെ തന്നെ e of x സ്ക്വയർ പറഞ്ഞാൽ ഇന്റഗ്രൽ x സ്ക്വയർ f of x dx എന്നാണ് അർത്ഥം. അപ്പൊ ലിമിറ്റ് 0 to 1 കൊടുത്ത് x സ്ക്വയർ f of x പറഞ്ഞാൽ 4x ക്യൂബ്. അപ്പൊ 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x raised to 5 എന്നുണ്ടാവും. ഇവിടെ x raised to 5 നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ s raised to 6/6. അപ്പൊ 1/6 എന്ന് വരും. അപ്പൊ 4 into 1/6 പറഞ്ഞാൽ 4/6 which is equal to 2/3. ഇനി നമുക്കറിയാം വേരിയൻസ് ഓഫ് x ഈക്വൽ ടു e of x സ്ക്വയർ മൈനസ് e of x ഹോൾ സ്ക്വയർ ആണ്. ഏതിന്റെയും വേരിയൻസ് ഇങ്ങനത്തെ കണ്ടുപിടിക്കുക. അപ്പൊ e of x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/3. e of x ഹോൾ സ്ക്വയർ പറഞ്ഞാൽ e of x പറഞ്ഞാൽ 4/5 ആണ്. അതിന് സ്ക്വയർ പറഞ്ഞാൽ 4/5 ഹോൾ സ്ക്വയർ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 0.2667 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പാർട്ട് 4. താങ്ക്സ് ഫോർ വാച്ചിങ്.